മരിച്ചവരിൽ ഒരു മലയാളിയും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് മലയാളികളെ സംബന്ധിച്ച് ഏറെ വേദനാജനകമായിട്ടുള്ള കാര്യം. പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിത ഗോപകുമാറാണ് മരിച്ചത്. നഴ്സായിട്ട് UK-യിൽ ജോലി ചെയ്യുകയാണ് രഞ്ജിത. തൻ്റെ ജോലി അല്ലെങ്കിൽ അവധി നീട്ടുന്നതിൻ്റെ ആവശ്യത്തിനായിട്ട് കഴിഞ്ഞ ദിവസമാണ് രഞ്ജിത നാട്ടിൽ നിന്നും അങ്ങോട്ട് മടങ്ങിയത്. മക്കളോടടക്കം ഉടൻ തിരികെ വരാമെന്ന് പറഞ്ഞാണ് രഞ്ജിത മടങ്ങിയത്. രഞ്ജിതയുടെ വീട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കാനാകുന്നതായിരുന്നില്ല. കൂടുതൽ വിവരങ്ങളുമായി ശ്രീരാജാണ് ചേരുന്നത്. ശ്രീരാജ്, ഒരു മലയാളി പത്തനംതിട്ട സ്വദേശിനി രഞ്ജിതയും ഈ ഒരു അപകടത്തിൽ പെട്ടു എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ച് കുറച്ചുകൂടി ഈ ഒരു അപകടത്തിൻ്റെ വ്യാപ്തി വിഷമം കൂട്ടുന്നതാണ്. ഇപ്പോൾ അവിടെ നിന്നും ശ്രീരാജിന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? സ്വാതി, അങ്ങനെ തന്നെയാണ്. രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തെ തന്നെ നടുക്കിയ ഒരു വലിയ അപകടം. ആ അപകടത്തിൽ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്ന മുഴുവൻ പേരും മരിച്ചു എന്ന വാർത്തകൾ പുറത്തു വരുന്നു. അതിൽ ഒരു മലയാളിയും അകപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും ദുഃഖകരമായുള്ളത്. ഒരു മലയാളിക്കും മരണം സംഭവിച്ചു. പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിനിയാണ് മരണപ്പെട്ടത്. രഞ്ജിനി ഇന്നലെയാണ് ഈ വീട്ടിൽ നിന്നും UK-യിലേക്ക് പുറപ്പെട്ടത്. എന്തായാലും 4 ദിവസത്തെ അവധിക്കായി എത്തിയതായിരുന്നു. 4 ദിവസത്തെ അവധി പൂർത്തിയാക്കി ഇന്നലെ മാത്രമാണ് ഈ വീട്ടിൽ നിന്നും മടങ്ങിയത്. മടങ്ങിയപ്പോൾ തന്നെ ഈ വീട്ടുകാരോട് അതുപോലെ തന്നെ അടുത്ത സുഹൃത്തുക്കളോട് എല്ലാവരോടും തന്നെ പറഞ്ഞിരുന്നത് വളരെ വേഗം തന്നെ തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രഞ്ജിനി ഇവിടെ നിന്നും പോയത്. രഞ്ജിനി കോഴഞ്ചേരി ആശുപത്രിയിലെ നഴ്സായിരുന്നു. അവധി എടുത്തുകൊണ്ടായിരുന്നു വിദേശത്ത് ജോലി ചെയ്തിരുന്നത്. അവധിയിലായിരുന്നു. ആ അവധി അപേക്ഷ നീട്ടി നൽകാനായിരുന്നു 3 ദിവസത്തേക്ക് നാട്ടിലേക്ക് എത്തിയത്. തുടർന്ന് അവധി അപേക്ഷ നീട്ടി നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ശേഷം മറ്റ് കാര്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മടങ്ങുകയായിരുന്നു തിരികെ UK-യിലേക്ക്. അതിനിടയിലാണ് അഹമ്മദാബാദിൽ ഇത്തരത്തിലൊരു വിമാന അപകടം സംഭവിച്ചത്. വിമാനാപകടത്തിൽ പെട്ടവരിൽ രഞ്ജിനിയും ഉണ്ട് എന്ന വാർത്തയായിരുന്നു ആദ്യഘട്ടത്തിൽ വീട്ടുകാർക്കടക്കം ലഭിച്ചിരുന്നത്. എന്നാൽ പിന്നീട് തുടർന്ന് ജില്ലാ ഭരണകൂടം ഇത്തരത്തിൽ രഞ്ജിനിയുടെ മരണം ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വീട്ടുകാരടക്കം നിലവിൽ ഇത്തരത്തിൽ മരണം സംഭവിച്ച വിവരം അറിഞ്ഞിട്ടുണ്ട്. മരണവിവരം അല്ലെങ്കിൽ അപകട വിവരം അറിഞ്ഞതോടെ തന്നെ പ്രദേശവാസികളും പൊതുപ്രവർത്തകരും അടക്കം നിരവധി ആളുകൾ രഞ്ജിനിയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഇവിടെ ബന്ധുക്കളും ഈ നാട്ടുകാരും അടക്കം നിരവധി ആളുകളുണ്ട്. 2 കുട്ടികളാണ് രഞ്ജിനിക്കുള്ളത്. 10ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 കുട്ടികൾ. അവരുടെ അധ്യാപകരും സുഹൃത്തുക്കളും എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഈ വീടാണ് രഞ്ജിനിയുടെ വീടിനോട് നിലവിൽ രഞ്ജിനിയുടെ അമ്മയും കുട്ടികളും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ആ വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെയാണ് മറ്റൊരു വീട് രഞ്ജിനിയുടെ വീട് നിർമ്മിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ പണി ഏകദേശം 80% പൂർത്തിയായി. 28ാം തീയതി പാലുകാച്ചൽ ചടങ്ങിനടക്കം നിശ്ചയിച്ചിരുന്നതാണ്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു മരണം സംഭവിക്കുന്നത്. ഇത്തരത്തിലൊരു അപകടം സംഭവിച്ച അപകടത്തിൽ മരണം ഉണ്ടാകുന്നത്. 28ാം തീയതിയായിരുന്നു ഇത്തരത്തിൽ പാലുകാച്ചൽ ചടങ്ങിനടക്കം തീയതി നിശ്ചയിച്ചിരുന്നത്. ആ ചടങ്ങിനടക്കം തിരിച്ചു വരും. ആ ബാക്കിയുള്ള പണികളും പൂർത്തിയാക്കിയ ശേഷം ആ ചടങ്ങുകളെല്ലാം നടത്താനുള്ള തീരുമാനത്തിലായിരുന്നു രഞ്ജിനിയും കുടുംബാംഗങ്ങളും ഉള്ളത്. എന്നാൽ ആ ആഗ്രഹങ്ങളൊന്നും പൂർത്തിയാക്കാൻ സാധിക്കാതെയാണ് ഇപ്പോൾ രഞ്ജിനി